ഹായ്, S6 സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മോഡ്യൂൾ 1 കുറച്ച് ടോപ്പിക്സ് നോക്കാം. ഫസ്റ്റ് നമുക്ക് സിലബസ് നോക്കാം. സിലബസിൽ വിയർ, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് വിയർ ഓൺ പെർമിയബിൾ സോയിൽ, ബ്ലൈസ് തിയറി, പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ബ്ലൈസ് തിയറി, ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ വിയർ നമുക്കറിയാം, വിയർ ഡാം പോലെ ഡാമിന് സിമിലർ ആയിട്ടുള്ള പേർപ്പസ് ഉള്ള ഒരു സ്ട്രക്ചറാണ് വിയർ. വിയർ കുറച്ചുകൂടി ചെറിയ സ്ട്രക്ചറാണ്. ഏകദേശം 2 to 5 മീറ്റർ ഹൈറ്റ് ഒക്കെയാണ് വിയറിനുള്ളത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് ഒരു റിവർ ആണ്. റിവറിന്റെ അപ്സ്ട്രീം സൈഡാണിത്, ഡൗൺ സ്ട്രീം സൈഡ് ഇതാണ്. അപ്പം അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഡയറക്ഷനിലാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. ഇത് ആണ് വിയർ. അപ്പം ഈ സ്ട്രക്ചർ കുറച്ചുകൂടി സൂം ചെയ്ത വ്യൂ ആണിത്. അപ്പം ഇതാണ് വിയർ, ഇത് അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്. ഇതൊരു ഓവർഫ്ലോ ടൈപ്പ് ഓഫ് വിയർ ആണ്. പല ടൈപ്പ് ഓഫ് വിയർ ഉണ്ട്. ഇപ്പം വിയറിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വിയറിന്റെ ആബ്സെൻസിൽ ഒരു റിവർ ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഒരു കോൺസ്റ്റന്റ് ഡെപ്ത് തന്നെ റിവറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നില്ല. അത് അവിടുത്തെ റെയിൻഫോൾ പാറ്റേണിനെ ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പം ഒരു കോൺസ്റ്റന്റ് ഹെഡ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് പ്രഷർ റിവർ ആ വാട്ടറിന് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് ഇറിഗേഷൻ പർപ്പസിനാണെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിയർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവല് ഡൗൺ സ്ട്രീമിനേക്കാളും കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഇവിടെ വാട്ടർ സ്റ്റോർ ചെയ്യുവാണ്. അതാണ് വിയറിന്റെ മെയിൻ പർപ്പസ്. അങ്ങനെ നമ്മൾ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഹെഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ വാട്ടർ, ഇപ്പോൾ ഈ എക്സാമ്പിൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഇറിഗേഷൻ ആവശ്യമുള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ അവിടേക്ക് നമുക്ക് കനാൽ ഇറിഗേഷൻ വഴി നമുക്ക് വാട്ടർ എത്തിക്കാൻ പറ്റും. ഇതാണ് മെയിൻ പർപ്പസ് ഓഫ് വിയർ. ഇനി ഈ വിയർ എങ്ങനെയൊക്കെ ഫെയിൽ ആവാം, അതായത് ഈ വിയറിന്റെ സ്ട്രക്ചർ എങ്ങനെ ഫെയിൽ ആകാം, അതിൽ 2 മെയിൻ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണുള്ളത്. ഒന്ന് സർഫസ് ഫ്ലോ, രണ്ടാമത്തത് സബ് സർഫസ് ഫ്ലോ. അപ്പം സർഫസ് ഫ്ലോ കാരണം എങ്ങനെ ഫെയിൽ ആകാം എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു എക്സസ് ഡിസ്ചാർജ്, അതായത് ടർബുലൻസോട് കൂടി ഒരു എക്സസ് ഡിസ്ചാർജ് പെട്ടെന്ന് വരുവാണെങ്കിൽ ഈ വിയറിന്റെ സൂപ്പർ സ്ട്രക്ചർ ഫെയിൽ ആകാം. അങ്ങനെയാണ് ഒരു ടൈപ്പ് ഓഫ് ഫെയിലിയർ. അത് കൂടുതലും അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ കൺസേൺ ആണ്. ഒരു ഹൈഡ്രോളിക് എഞ്ചിനീയറിന്റെ കൺസേൺ സബ് സർഫസ് ഫ്ലോ കാരണം ഉണ്ടാകുന്ന ഫെയിലിയർ ആണ്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പൈപ്പിംഗ് ഓർ അണ്ടർമൈനിങ്, രണ്ടാമത്തത് അപ്ലിഫ്റ്റ് പ്രഷർ കാരണമുള്ള ഫെയിലിയർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൈപ്പിംഗ് ഫെയിലിയർ നോക്കാം. പൈപ്പിംഗ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ, ഈ ഫിഗറിൽ ഇതാണ് റിവറിന്റെ അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്, ഇത് പ്ലാൻ വ്യൂ ആണ്. ഇവിടെ വിയറും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഇതാണ് വിയർ, ഇത് വിയറിന്റെ ഫൗണ്ടേഷൻ, ഇത് അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ വാട്ടർ, ഈ സോയിൽ എന്തായാലും ഒരു പെർമിയബിൾ സോയിൽ ആയിരിക്കും, കാരണം നമ്മൾ ഈ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്ന റിവർ ബെഡിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വാട്ടർ പെർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ പെർക്കുലേറ്റ് ചെയ്ത് പോകുന്ന വാട്ടറിന് സഫീഷ്യന്റ് ഹെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സഫീഷ്യന്റ് പ്രഷറിലാണ് അത് പെർക്കുലേറ്റ് ചെയ്ത് എത്തുന്നത് എന്നുണ്ടെങ്കിൽ, അതിന് ആ വരുന്ന വാട്ടർ ഈ ഡൗൺ സ്ട്രീം സൈഡിൽ എത്തുമ്പോൾ അവിടെയുള്ള സോയിൽ പാർട്ടിക്കിളിനെയും കൂടി ലിഫ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ എൻഡിൽ ഒരു പാർട്ടിക്കിൾ ലോസ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്ന വെള്ളം അല്ലെങ്കിൽ വാട്ടർ പാർട്ടിക്കിൾ അതിന്റെ ഈ സോയിൽ പാർട്ടിക്കിളിന്റെ താഴെ ഉണ്ടായിരുന്ന സോയിൽ പാർട്ടിക്കിളിനെ ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഒരു ചെറിയ പൈപ്പ് ലൈക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ചെറിയ പൈപ്പ് ലൈക്ക് ഫോർമേഷൻ പിന്നീട് അത് അപ്സ്ട്രീം സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അതായത് ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്സ്ട്രീം സൈഡിലേക്കാണ് നമ്മൾ ആ പൈപ്പിംഗ് ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വേക്കൻറ്റ് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ആവും. ഈ വേക്കൻറ്റ് സ്പേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഫൗണ്ടേഷൻ ഇവിടെ സബ്സൈഡ് ചെയ്യുകയും അങ്ങനെ ഈ സ്ട്രക്ചർ കൊളാപ്സ് ആവുകയും ചെയ്യും. ഇതാണ് പൈപ്പിംഗ് ഫെയിലിയർ. സെക്കൻഡ് വൺ അപ്ലിഫ്റ്റ് പ്രഷർ കാരണമുള്ള ഫെയിലിയർ ആണ്. കാരണം ഈ വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് ഈ
വിയറിന്റെ ഫൗണ്ടേഷന്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ ആ വാട്ടർ സോയിൽ പോർസിൽ ഇരിക്കുന്ന ഈ വാട്ടർ മുകളിലേക്ക് ഒരു പ്രഷർ, സോയിൽ പോർസിലെ വാട്ടർ മുകളിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അത് കാരണം ആണ് അപ്ലിഫ്റ്റ് ഫെയിലിയർ ഉണ്ടാവുന്നത്. അപ്പം ഇതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് വെയിറ്റ് ആണ്. അതായത് വിയറിന്റെ ആ സ്ട്രക്ചറിന്റെ വെയിറ്റ് താഴേക്കും അപ്ലിഫ്റ്റ് ഫോഴ്സ് മുകളിലേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഈ അപ്ലിഫ്റ്റ് പ്രഷർ കൂടുതലായാൽ, അത് വെയിറ്റിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യും. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രക്ചറിന്റെ വെയിറ്റ് ആയിരിക്കണം അപ്ലിഫ്റ്റിനേക്കാളും കൂടുതൽ. അതിനുവേണ്ടി ആ ഇംപെർവിയസ് ഫ്ലോർ, അതായത് ആ ഫൗണ്ടേഷന്റെ തിക്നെസ് നമുക്ക് കൂട്ടിക്കൊടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് ടു പ്രിവെന്റ് ദ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് ഷീറ്റ് പൈൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഷീറ്റ് പൈൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഷീറ്റ് പൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ ഈ ഫൗണ്ടേഷന്റെ താഴെ എത്തുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഷീറ്റ് പൈൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ടു മെത്തേഡ്സ് ടു പ്രിവെന്റ് അപ്ലിഫ്റ്റ് പ്രഷർ. അതുപോലെ ഇപ്പം നമ്മൾ 2 ഫെയിലിയർ കണ്ടു, പൈപ്പിംഗ് ഫെയിലിയറും അപ്ലിഫ്റ്റ് പ്രഷർ കാരണമുള്ള ഫെയിലിയർ. അടുത്തത് ബ്ലൈസ് ക്രീപ്പ് തിയറിയാണ്. ബ്ലൈസ് ക്രീപ്പ് തിയറിയിൽ പറയുന്നത്, ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു വിയർ വാൾ ആണ് ഇവിടെ ഈ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ലൈൻ അതിന്റെ ഇംപെർവിയസ് ഫ്ലോർ അല്ലെങ്കിൽ ഫൗണ്ടേഷനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഷീറ്റ് പൈൽസ്. ഇത് അപ്സ്ട്രീം ഷീറ്റ് പൈൽ, ഇത് ഡൗൺസ്ട്രീം ഷീറ്റ് പൈൽ, ഇത് ഇന്റർമീഡിയറ്റ് പൈൽ. അതിന്റെ ഡെപ്ത് D1, D2, D3. ഇവിടെ നമ്മുടെ അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവലാണ് H. ഇത് അപ്സ്ട്രീം സൈഡാണ്, ഇത് ഡൗൺസ്ട്രീം സൈഡാണ്. ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് B1, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് B2. അപ്പോൾ ബ്ലൈസ് തിയറിയുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ the percolating water creeps or seeps along the base profile of the impervious floor. അതായത് ഇപ്പോൾ ഈ റെഡ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് വാട്ടർ പാർട്ടിക്കിൾ. ഇവിടുന്ന് ഒരു വാട്ടർ പാർട്ടിക്കിൾ പെർക്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു പാത്ത് ഫോളോ ചെയ്തിട്ടായിരിക്കും ഡൗൺ സ്ട്രീം എൻഡിൽ എത്തുന്നത്. ഇതാണ് ഫസ്റ്റ് അസംഷൻ. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത് D1 പ്ലസ് 2 ടൈംസ് D1. ഈ D1 ഡിസ്റ്റൻസ് 2 ടൈംസ് പ്ലസ് B1 പ്ലസ് D2 പ്ലസ് D2. D2 2 ടൈംസ് ഉണ്ട്, പിന്നെ B2 പ്ലസ് 2 ടൈംസ് D3. അതായിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് ക്രീപ്പ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷനിൽ പറയുന്നത് the seepage head loss per unit length of creep is constant throughout the length of the creep. അതായത് നമ്മൾ വാട്ടർ ഇങ്ങനെ സീപ്പ് ചെയ്ത് പോകുമ്പോൾ അതിന് ഹെഡ് ലോസ് ഉണ്ടാകും. അതായത് അതിന്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത് അത് ട്രാവൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ 1 മീറ്റർ ലെങ്ത് ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ഹെഡ് ലോസ് ഉണ്ടായി എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് ആദ്യത്തെ 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹെഡ് ലോസും സെക്കൻഡ് 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹെഡ് ലോസും സെയിം ആയിരിക്കും. അതാണ് ഈ സെക്കൻഡ് അസംഷനിൽ പറയുന്നത്. അപ്പം ഈ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു റേഷ്യോ, അതിനെയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് ബ്ലൈസ് ക്രീപ്പ് തിയറിയുടെ സെക്കൻഡ് അസംഷൻ. ഇനി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, P എന്ന് പറഞ്ഞ ഈ പോയിന്റ്. ഇപ്പൊ ഈ പോയിന്റ് വരെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് LP ആണെങ്കിൽ അവിടെ വരെ ട്രാവൽ ചെയ്തപ്പോൾ എത്ര ഹെഡ് ലോസ് ആയി എന്ന് നോക്കാം. അവിടുത്തെ ഹെഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോഴാണ് H മീറ്റർ ഹെഡ് ലോസ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ LP ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു P വരെ എത്താൻ. അപ്പോൾ ഉള്ള ഹെഡ് ലോസ് എന്ന് പറയുമ്പോൾ H/L × LP ആയിരിക്കും. അപ്പോൾ ഇനി റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുമ്പോൾ ആ പാത്ത് നിന്ന് ഇനി ബാക്കി ഡൗൺ സ്ട്രീം വരെ പോകാൻ ഇനി എത്ര ഹെഡ് റിമൈനിങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് റെസിഡ്യുവൽ ഹെഡ്. അത് ഇനീഷ്യൽ ടോട്ടൽ ഹെഡ് മൈനസ് ഹെഡ് ലോസ് ആയിരിക്കും. അതായത് H മൈനസ് H/L × LP അതായിരിക്കും റെസിഡ്യുവൽ ഹെഡ്. അത് നമ്മൾ സ്മോൾ h വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ബ്ലൈസ് തിയറിയുടെ തേർഡ് അസംഷൻ, there is no difference between horizontal and vertical creep. അതായത്
വാട്ടർ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ പെർക്കുലേറ്റ് ചെയ്താൽ പോകുമ്പോഴും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പെർക്കുലേറ്റ് ചെയ്ത് പോകുമ്പോഴും ഉണ്ടാകുന്ന ഹെഡ് ലോസിന് ഡിഫറൻസ് ഇല്ല എന്നതാണ് തേർഡ് അസംഷൻ. ഇനി അടുത്തത് ഈ നേരത്തെ പറഞ്ഞ രണ്ട് ഫെയിലിയർ, അതായത് പൈപ്പിംഗ് ഫെയിലിയറും അപ്ലിഫ്റ്റ് ഫെയിലിയറും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടീഷൻസ് ആണ് അക്കോർഡിംഗ് ടു ബ്ലൈസ് തിയറി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പൈപ്പിംഗ് ഫെയിലിയർ പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു എച്ച്. അതായത് നമ്മൾ പൈപ്പിംഗ് ഫെയിലിയർ ഒക്കർ ചെയ്യുന്നത് ഈ വാട്ടർ ഡൗൺ സ്ട്രീമിൽ എത്തുമ്പോൾ അതിന് സഫീഷ്യന്റ് ഹെഡ് ഉള്ളത് കൊണ്ടാണ് അത് അവിടുത്തെ സോയിൽ പാർട്ടിക്കിൾസിനെയും കൂടി ലിഫ്റ്റ് ചെയ്യുന്നത്. അത് അവിടെ എത്തുമ്പോഴേക്കും അതിന്റെ ഹെഡ് കംപ്ലീറ്റ്ലി ലോസ് ആവുകയാണെങ്കിൽ പൈപ്പിംഗ് ഫെയിലിയർ ഡെവലപ്പ് ചെയ്യൂല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ലെങ്ത് ഓഫ് ക്രീപ്പ് കൂടുതൽ ആക്കുക. അതായത് ക്രീപ്പ് ലെങ്ത് കൂട്ടുകയാണെങ്കിൽ അത് അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും ചെയ്തു വരുമ്പോൾ ഡൗൺ സ്ട്രീമിൽ എത്തുമ്പോൾ അതിന്റെ ഹെഡ് 0 ആയിരിക്കും, അല്ലെങ്കിൽ വളരെ മിനിമം ആയിരിക്കും. അത് കാരണം പൈപ്പിംഗ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫോർ നോ പൈപ്പിംഗ് ഫെയിലിയർ ലെങ്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എച്ച്. അതിൽ സി എന്ന് പറയുന്നത് ബ്ലൈസ് ക്രീപ്പ് കോഎഫിഷ്യന്റ് ആണ്. എച്ച് സീപ്പേജ് ഹെഡ്, അതായത് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഹെഡ് ലെവലിന്റെ ഡിഫറൻസ് ആണ് സീപ്പേജ് ഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് അപ്ലിഫ്റ്റ് പ്രഷർ കാരണമുള്ള ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ്. അപ്പം ഇതില് നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് പി ആണ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റ് പിയില് അവിടെയുള്ള ആ ഇംപെർവിയസ് ഫ്ലോറിന്റെ ഒരു സൂം ചെയ്ത വ്യൂ ആണിത്. ഈ ഇംപെർവിയസ് ഫ്ലോറിന്റെ തിക്നെസ് നമ്മൾ ടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബാക്കി രണ്ട് ഡയമെൻഷനിലും 1 മീറ്ററിന്റെ ഒരു സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഓഫ് ദിസ് കോൺക്രീറ്റ് ഫ്ലോർ, ഈ ഒരു എലമെന്റിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു ടി, ഈ 1 ഇൻറ്റു 1 ഇൻറ്റു ടി ആയിരിക്കും വോളിയം. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഫ്ലോർ കിട്ടും. പിന്നെ അപ്ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു വോളിയം ആണ്. അപ്പം എച്ച് പ്ലസ് ടി ആണ് ഇവിടെ ഈ പോയിന്റ് വരെയുള്ള വാട്ടറിന്റെ ഹെഡ്, എച്ച് പ്ലസ് ടി ഇൻറ്റു 1/1. ഇത് ആക്ട് ചെയ്യുന്ന ഏരിയ 1/1 ആയിരിക്കും. അങ്ങനെയാണ് അപ്ലിഫ്റ്റ് ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്ലിഫ്റ്റ് ടു പ്രിവെന്റ് ഈ അപ്ലിഫ്റ്റ് പ്രഷർ ഫെയിലിയർ. ഇവിടെ നമ്മൾ ഗാമ സി ഇൻറ്റു ടി, ഈ ഗാമ സി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ്. അത് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് എഴുതാം. അപ്പോൾ ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു ടി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് ടി. അതിൽ നിന്ന് നമുക്ക് ടി എന്ന് പറയുന്നത് h/g-1 എന്ന് കിട്ടും. അതായത് മിനിമം തിക്നെസ് ഓഫ് ദ ഇംപെർവിയസ് ഫ്ലോർ, ആ വിയറിന്റെ ഫൗണ്ടേഷന്റെ തിക്നെസ് മിനിമം ഇത്രയെങ്കിലും ആയിരിക്കണം, എന്നാലേ നമുക്ക് അപ്ലിഫ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യും. ഈ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 4/3 ആണ്. അപ്പം ഡിസൈൻ തിക്നെസ് എന്ന് പറയുന്നത് 4/3 ഇൻറ്റു h/g-1. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് ബ്ലൈസ് തിയറി. ബ്ലൈസ് തിയറി ആയിരുന്നു ഫസ്റ്റ് വന്ന തിയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെയ്ൻസ് ക്രീപ്പ് തിയറി, അതുപോലെ തന്നെ കോസ്ലാസ് തിയറി ഒക്കെ വന്നു. അപ്പം ഫസ്റ്റ് തിയറി ആയിരുന്നുകൊണ്ട് ഇതിന്റെ അസംഷൻസ് തന്നെയാണ് കൂടുതലും ഇതിന്റെ ലിമിറ്റേഷൻസ്. അതായത് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ക്രീപ്പ്, അതൊരു അസംഷൻ ആയിരുന്നു. അത് ഒരു ലിമിറ്റേഷൻ ആണ്, കാരണം പിന്നീട് വന്ന തിയറിയിൽ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഹെഡ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് എന്നാണ് ഈ തിയറിയിൽ പറഞ്ഞത്. പക്ഷെ അത് ട്രൂ അല്ല, കാരണം അത് പിന്നീട് കോസ്ലാസ് തിയറി വന്നപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ there is no difference between the outer or inner face of pile and long or intermediate pile. Outer and inner face എന്ന് പറയുമ്പോൾ ഇതാണ് outer face of pile, ഇതാണ് inner face of pile, അതുപോലെ ഇതാണ് intermediate pile.
ഈ ക്രൈറ്റീരിയ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ബ്ലൈസ് തിയറിയിൽ പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് കോസ്ലാസ് തിയറി വന്നപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഒരു കട്ട് ഓഫ് പൈല് പ്രൊവൈഡ് ഡൗൺ സ്ട്രീം സൈഡിൽ ഒരു കട്ട് ഓഫ് പൈല് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ നെസസിറ്റി, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ഗ്രേഡിയന്റ്, അതായത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അറ്റ് ദ ഡൗൺ സ്ട്രീം സൈഡ്, ഇതൊന്നും തന്നെ ബ്ലൈസ് തിയറിയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് ബ്ലൈസ് തിയറിയുടെ ലിമിറ്റേഷൻസ്. അപ്പൊ ഇത്രയുമാണ് ടോപ്പിക്. അതിൽ പ്രീവിയസ് KTU എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ബ്ലൈസ് തിയറിയും ഫെയിലിയർ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ബൈ സബ്സർഫസ് ഫ്ലോ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 3 to 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ ചോദിക്കാത്തത് കാര്യങ്ങൾ ഈ അസംഷൻസ് ഓഫ് ബ്ലൈസ് തിയറി, അതുപോലെ രണ്ട് കണ്ടീഷൻസ്, അതായത് പൈപ്പിംഗ് ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ അപ്ലിഫ്റ്റ് ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാനുമുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് വേറെ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ തിയറിയാണ് ബേസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോസ്ലാസ് തിയറി വരുന്നത്. അതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, അപ്പം താങ്ക് യു.